പ്രഭാകരൻ പല കഥകളും പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ പോകുന്ന ചില സ്ത്രീകളെ പറ്റി എൻ്റെ അടുക്ക് പറയും, അവൾ സ്വല്പം കുഴപ്പമാണ്, ഇവൾ സ്വല്പം കുഴപ്പമാണ്. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്ന ആൾ ഈ പ്രഭാകരനാണ്. ഞാൻ ചെന്നിട്ട് കത്തയക്കാം. രാത്രി കൂട്ടിന് അപ്പുറത്തുനിന്ന് നാണിത്തളയെ വിളിച്ചാൽ മതി. ശരി ഏട്ടാ, ചെന്നിട്ട് കത്തയക്കണേ. ചിലപ്പോ 2 ദിവസം കഴിഞ്ഞ് വരും മോളെ. ശരി മോളേന്ന് നിനക്കറിയൂരേ? ഇല്ല. ഇയാള് കുറച്ച് വടക്കുള്ള ആളാ. ഇവിടെ വാടകയ്ക്ക് താമസിക്കാം. ആളൊരു പാവമാ. പക്ഷേ എന്താ? എടാ, നീ ആ സ്ത്രീയെ ശ്രദ്ധിച്ച? എന്ത് ശ്രദ്ധിച്ചെന്നോ ശ്രദ്ധിച്ചില്ലെന്നോ? ആ, ശ്രദ്ധിച്ചു. ആ, അവരാളത്ര ശരിയല്ല. ആ, അയാൾ പറഞ്ഞ് നീ ശ്രദ്ധിച്ചോ? രാത്രി അടുത്ത വീട്ടിൽ നിന്ന് നാണിത്തള്ളെ വിളിച്ച് കിടത്തിക്കോളാൻ. അവരുടെ മുഖം കണ്ടാലറിയാം, അവരടുത്ത വീട്ടിൽ നിന്ന് ആരെയും വിളിച്ച് കിടത്തൂല. പിന്നെ അവരവരുടെ കാമുകനെ വിളിച്ചു വരുത്തും. ഇതൊക്കെ പ്രഭാകരേട്ടൻ എങ്ങനെ അറിയാം? എടാ, ഈ പ്രഭാകരൻ എത്ര ഭാര്യമാരെ കണ്ടേക്കണേ. ഒരു പെണ്ണിന്റെ മുഖം കണ്ടാലറിയാം അവള് കുഴപ്പമാണോ അല്ലെന്ന്. അപ്പൊ ഇവര് കുഴപ്പമാണെന്നാണ് പ്രഭാകരേട്ടൻ പറയണേ? പിന്നല്ലാതെ. ഇനി നിനക്ക് കേൾക്കണോ? അതെ പ്രഭാകരേട്ടാ, ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ പതിയെ പതിയെ പോയാൽ ശരിയാവില്ല. കട തുറക്കണ സമയമായി. ആരെങ്കിലും പറഞ്ഞ് ഞാൻ കട താമസിച്ചാ തുറക്കണേന്ന് അപ്പനറിഞ്ഞാൽ കുഴപ്പമാവും. ആഹാ. ആ, ഈ സൈക്കിള് ഉന്തിക്കൊണ്ട് നടക്കണമെന്നുണ്ടോ പ്രഭാകരേട്ടന്? ഏയ്, അങ്ങനെയൊന്നുമില്ല. നമുക്ക് കയറിയങ്ങ് പോയാലോ? ഞാനത് നിന്നോട് പറയാൻ തുടങ്ങിയിരുന്നു. ഇതാ പിടി, നീ ചവിട്ട്, നമുക്ക് എളുപ്പം പോവാ. അയ്യോ, ഞാൻ ചേട്ടനെ കയറ്റിരുത്തി ചവിട്ടേ. എടാ, സൈക്കിൾ ഓട്ടുന്ന കാര്യത്തിൽ നീ എൻ്റെ പ്രായത്തെ ബഹുമാനിക്കൊന്നും വേണ്ട. പ്രായത്തെ ബഹുമാനിച്ചൊന്നുമല്ല, ചേട്ടൻ്റെ അത്ര ഭാരം ഇരുത്തി ചവിട്ടാൻ എനിക്ക് പറ്റില്ല. എടാ, എനിക്കത്ര ഭാരമൊന്നുമില്ല. കൂടി വന്ന 75 കിലോ ആണ് ഞാൻ. പിന്നെ കഴിഞ്ഞ ദിവസം 25 കിലോ പിണ്ണാക്ക് സൈക്കിളിൽ വെച്ച് ചവിട്ടിക്കൊണ്ട് പോയിട്ട് മറിഞ്ഞ് തോട്ടിൽ വീണ ആളാ. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? ചേട്ടൻ ചവിട്ട്, ഞാൻ പുറകിലിരിക്കാം. പുറയിലിരിക്കാൻ എല്ലാവർക്കും എളുപ്പമാ, പക്ഷെ മുമ്പിലൊന്ന് ചവിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ചേട്ടൻ എന്താ പറയണത്? എനിക്ക് മനസ്സിലാവണില്ല. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല? എടാ, എനിക്ക് സൈക്കിൾ ഓട്ടാൻ അറിയില്ല. 5-6 പേരെ ഒറ്റയ്ക്ക് നിന്ന് തല്ലി തോപ്പിച്ച ചേട്ടന് സൈക്കിൾ ചവിട്ടാൻ അറിയില്ലെന്നോ? തല്ലും സൈക്കിളോട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ നീ ഇത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല. നീ ദാരാ സിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? അതാരാ? എടാ, ലോക പ്രശസ്തനായ ഗുസ്തിക്കാരനാ. അറിയോ നിനക്ക്? ഇല്ല. എന്നാൽ എനിക്കറിയാം. ലോക പ്രശസ്തനായ ദാരാ സിംഗിന് സൈക്കിൾ ഓട്ടാൻ അറിയില്ല. പിന്നെയാണ് ഇരിങ്ങാലക്കുട കിടക്കുന്ന തുക്കട തയ്യൽക്കാരനായ എനിക്ക് സൈക്കിൾ ഓട്ടാൻ അറിയില്ലെങ്കിൽ അത് വലിയ കുറച്ചിലൊന്നുമല്ല. അല്ല ഏട്ടാ, ഈ ഗുസ്തിയും സൈക്കിളോട്ടും തമ്മിലെന്താ ബന്ധം? എടാ, അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. ഇവന് ക്ഷമയില്ലേ ചെറുക്കന്. പിന്നെ ഇതിങ്ങനെ തള്ളിക്കൊണ്ട് നടക്കണത് എന്തിനാ? എടാ, ഈ ഇരിങ്ങാലക്കുടയിൽ കുറെ വക്കീലന്മാരും ഡോക്ടർമാരൊക്കെ ഉണ്ട്. അവന്മാരൊക്കെ കാറിലും ബൈക്കിലോട്ട് ഗമയിൽ തലങ്ങനെ വരങ്ങനെ പോകണം കണ്ടിട്ടില്ലേ? എടാ, അവന്മാരിട്ടേക്കണ ഷർട്ടും പാൻറ്റും ഒക്കെ തയ്ക്കണത് ആരാ? തയ്യക്കാര്. തയ്യൽക്കാരല്ല, തയ്യൽക്കാരൻ. അതായത് ഈ പ്രഭാകരൻ. ഞാൻ ഈ പറയുന്ന പാൻറ്റും ഷർട്ടൊക്കെ അഴിച്ചു മാറ്റിയ അവരും ഞാനൊക്കെ ഒറ്റ ലെവലാ. എടാ, അവന്മാരുടെ കൂട്ടും സൂട്ടും ഒക്കെ തയ്ക്കണം ഞാൻ. ഇങ്ങനെ വെറുതാണെന്നോ ശരിയാവുമോ? അതുകൊണ്ട് സൗകര്യം വരുമ്പോൾ പഠിക്കാനാ ഈ സൈക്കിൾ കൂടെ കൊണ്ട് നടക്കണേ. ഇതൊന്ന് പഠിച്ചിട്ട് വേണം ഒരു മോട്ടോർ സൈക്കിൾ മേടിക്കാൻ. എന്നിട്ട് എന്തിനാ അതും തള്ളിക്കൊണ്ട് നടക്കാനാ? ഞാൻ നിന്റെ അടുത്ത് 2-3 പ്രാവശ്യം പറഞ്ഞു ഇടക്കിടക്ക് ഇങ്ങനെ ആക്കരുതെന്ന്. എന്റെ ചേട്ടാ, ചേട്ടന് എന്ത് സൗകര്യം നോക്കി നടക്കണത്? അങ്ങോട്ട് പഠിക്കണം ചേട്ടാ, ഞാൻ പഠിപ്പിച്ചു തരാം. എടാ, വെല്ലോടത്തും പോയി അലച്ചേട്ട് വീണാല? അങ്ങനെയൊന്നും വീഴില്ല. അഥവാ വീണാ ഞാൻ പിടിച്ചോളാം. എങ്കിൽ പിന്നെ രാത്രി ആകട്ടെ. പിന്നെ രാത്രി? എൻ്റെ ചേട്ടാ, നമ്മളൊന്നും പിന്നേക്ക് വെക്കരുത്. വീഴുന്ന് പേടിച്ചാണെങ്കിൽ ആ പേടി അങ്ങ് കളയുക. പലവട്ടം വീണിട്ടല്ലേ നമ്മളൊക്കെ നടക്കാൻ പഠിച്ചത്. അതുപോലെ തന്നെ ഇതും അങ്ങോട്ട് കേറണ്ട ചേട്ടാ. ഇപ്പഴാ? ആ ആ അങ്ങനെ നേരെ നേരെ താഴേക്ക് നോക്കി ചവിട്ടരുത്. നേരെ. ആ, പിടിച്ചിട്ടുണ്ട്. ആ ആ പോട്ടെ. ആ പോട്ടെ. ആ പിടിച്ചിട്ടുണ്ട്. പോട്ടെ. അങ്ങടല്ല, ഇതിലും തല്ലാറുന്നു. കുറച്ച് പെൺപിള്ളേര് വരണം.
പിടിച്ചോ. പിടിവിടല്ലേ. ചേട്ടാ നേരെ നോക്ക്. പിടിച്ച മാതിരി നടക്കണ്ട. നേരെ നോക്കാൻ ചേട്ടാ. നീ പതുക്കെ പറ. പിടിച്ച മാതിരി നടക്കണ്ട. തൊട്ടാ മാതിരി നടന്നാ മതി. ആ പോട്ടെ പോട്ടെ. സൈക്കിൾ ശരിയല്ല. സൈക്കിൾ ചരി. നേരെ ചേട്ടാ. പിടിച്ചോളാം. നേരെ. പിടി. അയ്യോ ചേട്ടാ. പിടിവിട്ട് ഞാനിവന് സൈക്കിളോട്ട് ഓടിപ്പിക്കായിരുന്നു. നിന്നോട് ആരാടെ പിടിവിടാൻ പറഞ്ഞ? ചേട്ടനല്ലേ പിടിവിടാൻ പറഞ്ഞേ? ഞാൻ പിടിവിടാൻ പറഞ്ഞ? ആ നാട്ടിച്ചാ കൊളോക്ക് ഇനി ഇത് നടക്കാൻ പറ്റുമോ? പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമുട്ടായിരുന്നു നീ. അയ്യടാ. എടാ ഇന്നസെന്റ്, ഇങ്ങ് വാ. എന്താ വല്യപ്പോ? ഇങ്ങ് വന്നേ. എന്താ വേണ്ടേ? മൂക്കിപ്പൊടി ഉണ്ടോ? മൂക്കിപ്പൊടി ഇല്ല. എങ്കിൽ അരണയ്ക്ക് ബീഡി. അരണയ്ക്ക് ബീഡിയാ? അരണയ്ക്കല്ല ബീഡി, എനിക്കാ. ആഹാ, ഇവിടെ ബീഡി ഇല്ല. എങ്കിൽ പിന്നെ എന്തുണ്ട് ഇവിടെ? ഇവിടെ ഒരു സാധനവും ഇല്ല. വല്യപ്പൻ ആളവനെടുത്താ പോയേ. പൊട്ടുണ്ടോ? ഇല്ല, എനിക്ക് ചെവി കേക്കാം. അതല്ല ചോദിച്ചത്, നെറ്റി തൊടുന്ന പൊട്ടുണ്ടോന്നാ. എന്തിനാ? തിന്നാൻ. ഓ, വല്യപ്പൻ ഇപ്പൊ എന്താ വേണ്ടത്? ബീഡി. ഇതാ പിടിച്ചോ, കാശ് താ. ഞങ്ങക്ക് പൊട്ടു തന്നില്ല. ഇതാ ഇപ്പൊ തരാം. വല്യപ്പൻ ഇനി എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. എന്താ മോനെ? ഒന്നും വേണ്ടെങ്കിൽ പിന്നെ പോകാൻ പാടില്ലേ? ഇപ്പൊ നിന്റെ ധൃതിയൊക്കെ പോയല്ലേ? വല്യപ്പൻ പോയേ. ഇതാ ഇത് മതിയോ? ദാ നോക്കി, ഇത് മതി. ഓ, ഇതാ നിന്റെ പരിപാടിയല്ലേ? നിന്റെ അപ്പനെ ഞാനൊന്ന് കാണട്ടെ.